ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു. ആരുടെ ബർത്ത്ഡേ പാർട്ടി? എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ. പക്ഷെ ഞാനും പോകുന്നുണ്ട്. ഏതാ ഫ്രണ്ടെന്ന് പോലും അറിയില്ല. വലിഞ്ഞു കയറി വരണം. പക്ഷെ ഞാൻ പോകും. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മള് നമ്മുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ലുക്ക്. ഓപ്പോളിപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച ഓപ്പോളുടെ തല വന്നിട്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഇതിക്കാൻ്റെ തല. ഇതിക്ക സേ ഹായ്. ഇക്ക അവിടെ വേറെ ക്യാമറയില് ഇക്ക വേറെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇക്ക വൻ പോസ് ഒക്കെ ഇട്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഓക്കെ, ഒരു ബീച്ച് ഡേറ്റ് ഒക്കെ അല്ലേ, കുറച്ച് വെറൈറ്റി ആയിട്ട് പോകാൻ കരുതി. നമ്മളെങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ സുഫൈൽ കാക്ക എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ ബർത്ത്ഡേക്കാരി ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളിപ്പോ ട്രാഫിക്കിൽ ഒരു മിന്നായം പോലെ ഞാൻ ആളിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. 12 മണിക്കാണ്. അതെ, നീ വണ്ടി ഇറങ്ങിക്കോ, ഞാൻ ഓടിക്കാൻ വണ്ടി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. 12 മണിക്കത്തെ ബർത്ത്ഡേക്ക് 11:30 നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോ ജുമേറ വരെ നമുക്ക് പോണം. ഞാൻ ആദ്യം തുടങ്ങാം, നീ അതില് ബാക്കി പാടിയത്. 1 2 ഹായ് ഗൈസ്, ഇത് നമ്മുടെ രഹന. നമ്മുടെ ബർത്ത്ഡേക്കാരനെ കാണിച്ചുതരാം. ഹായ് വര. ഇത് അജുവിന്റെ വൈഫ്. ഇത് ചിപ്പു. സമയാവാണ്ട കല്യാണം കഴിച്ചു. ഇത് കട്ട് ചിപ്പു ഹാപ്പി ആയോ? പിന്നല്ല. തിങ്കളെ ഇനിയൊളി കണ്ണേറിയരുതേ. തിങ്കളെ പുത്തിങ്കളെ ഇനിയൊളി കണ്ണേറിയരുതേ. ദാരിദ്ര്യം പിടിച്ച ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡ് കട്ട് ചെയ്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Happy birthday to you. Happy birthday Chippo. Happy birthday Chippo. Happy birthday to you. ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ. എനിക്ക് ക്യാഷുനട്ട് മതി. ക്യാഷുനട്ട് തന്നില്ല, സ്വഭാവം മാറും. ബർത്ത്ഡേ ഒക്കെ കണക്കാനെ. എനിക്കും ക്യാഷ്.
ഹാപ്പി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എനിക്ക് കൊടുത്തില്ല. അല്ല ഇതിന്റെ മണ്ടയ്ക്ക് തേനുണ്ട്. നീ അല്ല എനിക്ക് ബർത്ത്ഡേ കഴിഞ്ഞു. എടുത്തോ ഞാൻ നമ്മൾ കാറിനകത്ത് സാധനങ്ങൾ ബർത്ത്ഡേ ഗേൾക്കുള്ള സർപ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ അവരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ അതിൽ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പാംജുമേറ ബീച്ചിലാണ് ഇപ്പോൾ കറക്റ്റ് ഉള്ളത്. കൈറ്റ് ബീച്ച് അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിക്കിയിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ നമുക്കത് ചെയ്യാം ആദ്യം. എടാ സുഫേലിന് ചുറ്റും കൂടി ആരാധകർ. സുഫേൽക്ക് എത്ര പരിചയക്കാരോടാന്ന് കഴിഞ്ഞപ്പം കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം സീറ്റ് മടക്കണം. യെസ്, ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഐ എം ഹാപ്പി, ഐ എം ത്രിൽഡ്. ഞാൻ ആക്കിയിട്ട് വീർക്കുന്നില്ലല്ലോ അത്. ഇനി ഞാൻ പൊളിക്കും. എടാ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? നമ്മളിവിടുന്ന് വണ്ടി മാറ്റാന്നോ മോമൊരു ഉദ്ദേശം. റെഡ് കാർപ്പറ്റ്. അടുത്ത എന്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബലൂൺ വീർപ്പിക്കലാണ്. ഞാൻ ഇപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ്റെ അതികഠിനമായ ബലൂൺ വീർപ്പിക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ എങ്ങനെ വീർപ്പിക്കാം? ചത്തുകൂടാ. നമ്മൾ ഇത്രയും വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തോടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മൾ നല്ല കിടലിനായി ഒത്തിരി ബലൂൺ വീർപ്പിച്ചു. ബർത്ത്ഡേ ഗേളിനെയും കൊണ്ട് ഓപ്പോളും അവരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. സുഫേൽക്കൊക്കെ ഇതുവരെ തീർന്നിട്ടില്ല ബലൂൺ വീർപ്പിച്ച്. എടാ ഇത്ര മതി, ഒത്തിരി പ്രശ്നമുള്ള കാര്യമാണ് മക്കളെ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു ബലൂൺ വീർപ്പിക്കുന്ന പരിപാടിയാണ്. നാളെ ഇവരുടെ പള്ളിയിൽ ഇവനാണ് പോകുന്നത് ബാങ്ക് വിളിക്കാൻ. എന്തെങ്കിലും നടക്കുവോ? വാവ്, കൊള്ളാലോ. അങ്ങനെ കൊരുത്തി വെക്കാനാ? ഓ നൈസ് 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 നൈസ്. വാട്ട് ആൻ ഐഡിയ സെർജി. ആനന്ദോന്ന് വെച്ചാ ആരാ? ഇത്രയും ബലൂൺ കൊണ്ട് ഞാൻ കാറിനൊക്കെ നിറച്ച് എൻ്റെ മാത്രം ശ്വാസമാണ് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഫേൽ എന്നെ തല്ലും. അവൻ്റെയും കൂടി കുറച്ച് ശ്വാസമുണ്ട്. ഹായ് സുഫേൽ. ഹായ് 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 ഹായ്. ഏതാ എന്താണോ? വാവ് നൈസ്. എടാ ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എവിടെ വെക്കുന്നത്? അതിൻ്റെ ഇതില്ലേ? അത് അവിടെ ചാരി വെക്കടാ, എന്നാലും ആ കുപ്പീൻ്റെ ഇത് കാണത്തുള്ളൂ. അത് ശരിക്കും ഒരു കുപ്പി കള്ളുപ്പിൻ്റെ ആണ്. അത് നേരെ വെക്കടെ.
എന്നോട് ബാറ്ററി ഇല്ലാനേ പറഞ്ഞില്ല, അത് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞില്ല. അത് പറയാം. അതിന്റെ ഡബിൾ സൈഡ് നല്ല രസമുണ്ടല്ലേ, കൊള്ളാല്ലേ. നിങ്ങൾക്ക് ദുബായിലുള്ളവർക്ക് ഇവന്റ് മാനേജ്മെന്റ് സർവീസ് വേണമെങ്കിൽ അനന്തുവിനെയും സുഫൈലിനെയും കോൺടാക്ട് ചെയ്താൽ മതി. നല്ല വമ്പിച്ച രീതിയിൽ അവന്മാർ സെറ്റാക്കി തരുന്നതായിരിക്കും. വാവ്, നൈസ്. ഇതുപോലെ ഇതിലും നല്ല രീതിയിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. നമുക്ക് കേക്ക് വേണം, കേക്ക്, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ഇവന്റ്സ് കാര്യങ്ങളായാലും നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. ഓ വാവ്, നൈസ്. അവന്മാരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മൾ എന്തൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കേക്ക് ഫ്രണ്ടിലല്ലേ? ഫൈനൽ ഔട്ട്പുട്ട് ഗൈസ്, നല്ല രസമുണ്ടല്ലേ. ഇനിയിപ്പോൾ കേക്കും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്ത് നീ കാണിക്കുന്നേ? എന്തായോ എന്തോ സത്യം പറഞ്ഞ കേക്കിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. അത് കേക്ക് മാത്രം എടുത്ത് വെച്ചാ പോരെ? ഇപ്പം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നല്ല കിടിലനായിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ 3 പേരുടെയും കഷ്ടപ്പാടിൻ്റെ ബലമാണ് നിങ്ങൾ ഈ കാറിൻ്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അജുവൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ദുബായിലുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഡെക്കറേഷൻ പരിപാടിക്ക് നമ്മളുടെ അനന്തുവിനെയും അതേപോലെ തന്നെ സുഫൈൽ കാക്കേനെയും കോൺടാക്ട് ചെയ്യുക. അവന്മാർ ഇൻസ്റ്റഗ്രാം പേജ് റെഗല്ലോ GALO. അപ്പോൾ ഇങ്ങനത്തെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അവന്മാർ നല്ല സെറ്റായിട്ട് ഒന്ന് ചെയ്തു തരും. ഓക്കെ, നമ്മുടെ ബർത്ത്ഡേ ഗേൾ വരുന്നുണ്ട്. ഒന്ന് ഞെട്ടിയാലെങ്കിലും മതിയായിരുന്നു. അവളെന്തായാലും കണ്ടു കാണും. എടാ വരുന്നു. അറിയില്ല മകനെ, കണ്ണൊക്കെ പൊത്തിക്കൊണ്ടായിരുന്നേ. ചിപ്പുവിന്റെ സ്വന്തം കാക്ക. അല്ല, നിക്ക് വെയിറ്റ് ചെയ്യും, നീണ്ട്. ചിപ്പു അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് നമ്മുടെ സുഫൈലിലേക്ക്. സുഫൈൽ കാക്ക രണ്ടാമത്തെ ഗിഫ്റ്റാ. ചുമ്മാടി, നീ അത് വിശ്വസിക്കുകയും ചെയ്തു. നീ അത് മാത്രം. അടുത്തതായി നമ്മൾ നമ്മുടെ ഇതിന്റെ സാധനം ഭയങ്കരമായിട്ട് കനക്കുന്നുണ്ട് ഗൈസ്. ഭയങ്കരമായിട്ട് അടുത്ത ഓപ്പോളുടെ പെട്ടി. ഓപ്പോളുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കനക്കുന്നുണ്ട്. പക്ഷെ കല്ലാണ്, നല്ല കനം ഉണ്ടെന്നൊക്കെ. അതുകൊണ്ടല്ലേ അവളോട് ഇപ്പൊ തന്നെ തുറക്കാൻ പറഞ്ഞേ. വീട്ടിൽ പോയി കല്ല് തുറന്ന് കണ്ടിട്ട് കുപ്പി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അടിച്ച സ്പ്രേ എല്ലാം പറക്കിയിട്ടിട്ടുണ്ട്. ഓക്കേ ഗൈസ്, ചിപ്പു രണ്ട് കണ്ണ് നീര് ഒട്ടിച്ചുകൊണ്ട് 2 വാക്ക് പറയും. ചിപ്പുന് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? എന്ത് ഭർത്താവാണോ താൻ? ഭാര്യ ഗിഫ്റ്റ് ഒട്ടിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ. ചിപ്പു പേഴ്സണൽ അസിസ്റ്റന്റ്. എനിക്ക് സ്വന്തമായ അസിസ്റ്റന്റ് ഉണ്ട്. കമാൻഡ് കൊടുത്താൽ മാത്രം മതി, താനെത്തും.
എവിടെ പോകാൻ? 6 ബർത്ത്ഡേ ഇറങ്ങി ഇങ്ങോട്ട്. അപ്പൊ ഫുഡ് കഴിക്കാം. എന്റെ ബർത്ത്ഡേ അടുത്ത മാസം, അതുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ്. ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാവിരിച്ചിട്ടിരിക്കുക എന്നുള്ളൊരു ഇതിലാണ്. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇവരൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഒക്കെ നടക്കുക. ഇവിടെ എവിടെയെങ്കിലുമാണ് നമ്മൾ പാസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിതേ പായ്ക്കായിട്ട് പോകുന്നുണ്ട്. ഓ ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്ന കണ്ടിട്ടേ ഇല്ല. എൻ്റെ ഇല്ല കൊറോണ ടൈമിൽ ക്യാമ്പിന് പോകുന്ന പോലെ തലവഴി പുതപ്പൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ പ്ലേസ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. യെസ് ഗായ്സ്, വി ആർ റെഡി. അലും പൊറോട്ടയും ഗോബി മഞ്ചൂരി. എന്റെ ഗോബി മഞ്ചൂരി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇപ്പൊ സമയം എത്ര മണി? 2:30 അല്ലേ? വാവ്. ഇത് ഹണി. അതെന്താ? അത് ഗ്രീൻ ചില്ലി. എനിക്ക് ചില്ലി വേണ്ട. റൈസ് സെപ്പറേറ്റാ. കേക്ക് ലാസ്റ്റ് വയ്ക്കാം. അതെന്താ? എല്ലാരും ഷെയർ ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓരോ ഭാഗത്ത് ഉറങ്ങാനായി കയറി. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവരും ബൈ പറയും. ബൈ. എല്ലാവരും ചത്തു. ഇനി ആർക്കും വയ്യ. ഓക്കെ ബൈ. ഇപ്പം സമയം 3 മണി. അതും കൂടി പറയാം.